ഉദ്ദേശിച്ചത്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ ഏതായാലും കുറച്ച് ദിവസം ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും, ഓൺ വോയിസ് ആയിട്ടായിരിക്കും വരിക. ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. മക്കളൊക്കെ ഉറങ്ങാണ് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 5:30 കഴിയുമ്പോൾ കുളിച്ചൊക്കെ വന്ന് ഇപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് പോവാണ്. ഇന്ന് എന്തായാലും ഫുഡ് കൊണ്ടുപോകണം. ഇന്നലെ ഉച്ച വരെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഫുഡ് എന്തെങ്കിലും ഈസി ആയിട്ടുള്ള പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. കമാൺ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നേരെ കിച്ചണിലേക്ക് പോകുന്നു. ഫസ്റ്റ് അരി ഇടാണ് കേട്ടോ. അരി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇന്ന് ഞാൻ എന്താണെന്നൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. നേരത്തെ വന്ന് ഫ്രിഡ്ജിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിൻസ്ഡ് ബീഫ് ഉണ്ടായിരുന്നു, അതെടുത്ത് പുറത്ത് വെച്ച്. പിന്നെ കുറച്ച് പച്ചക്കറികൾ സംഭവങ്ങൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതില്ലേ, അതും എടുത്ത് പുറത്ത് വെച്ചു. ഒരു ഐഡിയ ഒന്നുമില്ല, ഒരു ഐഡിയ ഇല്ലാണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് അരി വെള്ളത്തിലിടാം. കാരണം ഇന്നൊരു കാര്യമില്ലേ, ക്ലാസ്സിലത്തെ വിശേഷങ്ങൾ എത്ര നേരം പറഞ്ഞിട്ടില്ലല്ലോ. ക്ലാസ്സിൽ എൻ്റെ അടുത്തിരിക്കുന്ന അത് എത്ര ഇട്ടെന്ന് മറന്നു. എൻ്റെ അടുത്തിരിക്കുന്ന ഒരു റോല് കുട്ടികളെ മാത്രമേ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ. അതിലവരിങ്ങനെ സംസാരിച്ച് പേരൊക്കെ ചോദിച്ച് കുറച്ച് നേരം കഴിഞ്ഞതും 2 ഒരു കുട്ടി ചോദിച്ച് ഇൻസ്റ്റഗ്രാം ഉണ്ടോയെന്ന് ചോദിച്ച് 3. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട്. എനിക്ക് പെട്ടെന്ന് അവർ അറിയണ്ടെന്നാണ് കേട്ടോ 4. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പേര് ചോദിച്ച് കുറച്ച് നേരം കഴിഞ്ഞതും ഒരു സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടോ, നിങ്ങൾ സോഷ്യൽ വർക്കറാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ യൂട്യൂബിൽ 1 മില്യൺ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് കാണുന്നെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു ചെറുതായിട്ടുള്ളൂ, അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഓരോരുത്തരുടെ വയസ്സ് ചോദിക്കുകയാണ്. +1 +2 കഴിഞ്ഞ് ആകെ നേരിട്ട് വരുന്ന കുറച്ച് കുട്ടികളുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ചിലപ്പോൾ വേറെ എന്തെങ്കിലും കോഴ്സിന് പോയിട്ട് വരുന്നവർ അങ്ങനെയൊക്കെയാണ്. 20-22 വയസ്സ്. പിന്നെ ഏറ്റവും സീനിയറായിട്ട് ഞാൻ വിചാരിച്ചു ഞാനായിരിക്കുന്നുള്ളത്. നോക്കിയപ്പോൾ അവിടെ ഒരു TC എന്ന് പറഞ്ഞിട്ടൊരു അങ്കിളുണ്ട്. അങ്കിളിന് 58 53 അങ്ങനെ എന്തോ ആണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ ഞാനൊന്നും പറയാതെ അങ്ങനെ മട്ടുവിടാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ എത്ര ഏജ് ഉണ്ട് എന്ന് ചോദിച്ചു എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഒരു 20-22 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശരി ഇത് കഴിയട്ടെ, അവിടെ ഇൻഡക്ഷൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിയട്ടെ എന്നിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞ് അവരങ്ങനെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ എടി നീ വയസ്സ് പറയാമെന്ന് പറഞ്ഞിട്ട് എന്ത് ഇത്ര നേരം പറഞ്ഞില്ല എന്നൊരു കുട്ടി ചോദിച്ച്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഗസ് കഴിഞ്ഞിട്ട് കേട്ടോ, ഇൻഡക്ഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഗസ് ചെയ്യാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു 20 ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ ഇങ്ങനെ എൻ്റെ വയസ്സ് കൂട്ടി പറയുന്നത്, ഇങ്ങനെ പറയുമ്പോൾ ഞാൻ തള്ളാണെന്ന് കുറേ കമൻറ്റ് വരും. എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് വേറെ വഴിയില്ല. അവിടുത്തെ സത്യാവസ്ഥ പറഞ്ഞത് കേട്ടോ. കാരണം ഞാൻ ഹൈറ്റില്ല. എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഹൈറ്റുള്ള പോലെയൊക്കെ തോന്നും, ഹൈറ്റും വെയിറ്റും കുറവാണ്. അപ്പോൾ പറഞ്ഞു ഓ സോറി കേട്ടോ, അപ്പോൾ 18 ആണല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ചർച്ച അവിടെ നിന്ന്. അപ്പോൾ മറ്റേ കുട്ടി പറഞ്ഞ് എനിക്ക് 22 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ തരാമോ, അപ്പോൾ നീ ഇത്താത്തയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓ ഇത്താത്താന്നൊന്നും വിളിക്കണ്ട കേട്ടോ, പേര് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു അതെപ്പോഴും പറഞ്ഞാൽ മതി, നമ്മളെക്കുറിച്ച് അറിയുമ്പോൾ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി അവർ റൂമിൽ പോയിട്ട് നമ്മളെ ഇത് സെർച്ച് ചെയ്തിട്ടുണ്ടാവുമെന്നൊന്നും അറിയില്ല. സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടെ എല്ലാം പൊളി. ഇന്ന് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വിവരങ്ങൾ അറിയുള്ളൂ. ഒരു കുട്ടി വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ്, പിന്നെ ഒരു കുട്ടി എറണാകുളം, പിന്നെ ഒരു കുട്ടി കൊല്ലം, പിന്നെ അവിടെ അടുത്തുള്ളത്, അങ്ങനെ കുറേ സ്ഥലത്തു നിന്ന് വന്ന കുട്ടികളാണ് കേട്ടോ. അവരവിടെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണ്. തിരക്ക് കൊണ്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ട് നമുക്ക് കുറച്ച് വട്ടം കളിപ്പിക്കാനായിട്ട് പറ്റും. ഇത്രയൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ മിക്കവാറും എന്താണ് ആക്കട്ടെ, വേഗം കുട്ടികളെ എണിക്കുമ്പോഴേക്കും അതൊക്കെ ആക്കട്ടെ കേട്ടോ. ഈ പാത്രത്തിൽ വെക്കാം. ടിഫിൻ ബോക്സ് ലാസ്റ്റ് കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ലാസ്റ്റ് എല്ലാം ആകുമ്പോഴേക്കും ബേജാറടിച്ച് എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ലേറ്റ് ആയി കഴിഞ്ഞാലേ കുട്ടികളുടെ ടിഫിൻ ബോക്സ് ടിഫിനെല്ലാം ആക്കി വെച്ചിട്ട് പോവാല്ലേ, അവർ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോളും. ഉള്ളിൽ ഏറ്റവും ചൈൽഡിഷ് ആയിട്ടുള്ള ടിഫിൻ ബോക്സ് പെൻറ്റ് ഇതാണ് കേട്ടോ ഞാൻ വാങ്ങി വെച്ചത്. ഇതാണ് എൻ്റെ ടിഫിൻ ബോക്സ്. എനിക്ക് തോന്നുന്നു ഇതൊന്നും പോരാന്നുള്ളത്, വലുത് വേണ്ടി വരും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങുന്ന ഒരു ഐഡിയ ഇല്ല.
ഇന്നലെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒരു ഷൂട്ടും ഉണ്ടായിരുന്നു. പാലക്കാട് ഫ്ലവേഴ്സിൻ്റെയും 24-ൻ്റെയും ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിന്. അതൊക്കെ പോയിട്ട് വന്ന് ഒരൊറ്റ ഉറക്കം. ഒന്നും ചെയ്തില്ല, എഡിറ്റിങ് ഒന്നും ചെയ്തില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജിൽ ബാലൻസ് ഉള്ളത് സോസേജ് വേണമെങ്കിൽ പൊരിക്കാം, അതും എടുത്ത് പുറത്ത് വെക്കാം. തക്കാളി എന്തുകൊണ്ടാണെന്നറിയോ ഓൺ വോയിസ്? നമ്മൾ മൈക്ക് വാങ്ങിയിരിക്കുന്നു. ഞാൻ എല്ലാവരും സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. മൈക്ക് കുറച്ച് ദിവസം മുമ്പ് വാങ്ങി, ഇന്നലെയാണ് കിട്ടിയത്. പിന്നെ വോയിസ് ഓവർ എടുക്കുന്നത് ഇനി അങ്ങോട്ട് ഭയങ്കര കഷ്ടമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങോട്ട് അറ്റങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. നേരത്തെ തന്നെ ഇതൊക്കെ വെള്ളത്തിലിട്ട് വെക്കണമായിരുന്നു. അന്നൊരു ദിവസം ഫ്രിഡ്ജ് കേടുവന്നിട്ട് അമ്മാൻ്റെ വീട്ടിലാണ് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നലെയാണ് രാത്രി ഞാൻ കിടന്നിട്ട് ഇക്കാനോട് പറഞ്ഞ് അമ്മാൻ്റെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വരണം, നാളെ എനിക്ക് വേറെ ഒന്നുമില്ല വെക്കാനെന്നുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൂടെ കറണ്ട് പോയിട്ട് അതിനേക്കാളും ബുദ്ധിമുട്ടാവുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു എൻ്റെ കട്ടിംഗ് ബോർഡൊക്കെ മാറ്റാനായിക്കണു എന്നുള്ളത്. ആക്ച്വലി ഞാൻ മാറ്റി, പക്ഷേ അതിൻ്റെ ഭംഗിയും അതിൻ്റെ വിലയും കാരണം എനിക്കത് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. അതാണ് സത്യം. പക്ഷെ ഇതിലുണ്ടല്ലോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലമായിട്ട് തോന്നുമെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബ്ലാക്ക് കളറായെന്ന് മാത്രമേ ഉള്ളൂ. സവാള കട്ട് ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, തലേ ദിവസം തന്നെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി എല്ലാം കട്ട് ചെയ്ത് ബോക്സിലാക്കി വെക്കണം. അല്ലാതെ എനിക്ക് രാവിലെ എണിച്ചിട്ട് ഇങ്ങനെ പരക്കം പറയും ഞാൻ. ടൈം മുറിയാതിരുന്നാൽ ശരി. ഇതിൻ്റെ അടിയിൽ കൂടെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുറച്ച് പ്രശ്നമാണ് ഇവിടെ. വയറെന്തോ ഷോർട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഫ്രിഡ്ജ് അങ്ങനെ കേട് വന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പാവുന്നുണ്ട്. ഒരു ചിലവ് കഴിഞ്ഞാൽ ഒരു ചിലവ്, ഒരു ചിലവ് കഴിഞ്ഞാൽ ഒരു ചിലവ്. ക്ലാസ്സിൽ പോയിട്ട് ഇന്നലെ ഇല്ലേ ഇൻഡക്ഷൻ ക്ലാസ്സിന് ഉറക്കം വന്നിട്ട് എനിക്ക് പിടിച്ചു നിർത്താനേ പറ്റുന്നില്ല. പിന്നെ ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് ഇരുന്ന് എണീറ്റ് ഓടാൻ തോന്നുക. നമ്മൾ കുറേ ആയി അങ്ങനെ ഇരിക്കാറില്ലല്ലോ. എന്നിട്ട് എൻ്റെ കാലാണെങ്കിൽ ഒതുങ്ങിയിരിക്കണില്ല. കാല് ചേറിന് മുകളിൽ കയറ്റി വെക്കണം. അവിടെ നിന്നാണെങ്കിൽ എന്താ പറയുക, അവിടുത്തെ മാനേജർ ആരോ അവർ കറക്റ്റ് എൻ്റെ ഫേസിന് നേരെ ഇരിക്കണത്. കാലിങ്ങനെ ഞാൻ അറിയാതെ ഇങ്ങനെ വിലക്ക് വരെ ഞാൻ കൊണ്ട് താഴ്ത്തിയിട്ട് ഒതുങ്ങിയിരിക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് അവസാനം ഞാൻ ബാക്കിയുള്ളവർക്ക് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറക്കം വന്നോ? അല്ല എനിക്ക് മാത്രമാണ് ഉറക്കം വന്നത് എന്നുള്ളത്. നോക്കിയപ്പോൾ എല്ലാവരും ഉറക്കം വന്നിരിക്കുന്നു. ബാക്കിലൊരു ചക്ക നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നാളെ ക്ലാസ്സിന് എന്താ അവസ്ഥ? നാളെ അല്ലേ, ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് ഉറക്കം വരുമെന്നൊന്നും അറിയില്ല. ഇന്ന് യൂണിഫോം മെഷർമെൻറ്റ് എന്നാണെന്നാണ് പറഞ്ഞത്. പുറത്തൊന്നും അടിക്കാൻ കൊടുക്കാൻ പറ്റില്ല, അവരെന്നെ മെഷർ ചെയ്ത് അവരെന്നെ തരും. ഞാനെൻ്റെ കോട്ട് കുറച്ച് ഇറക്കി ഇങ്ങനെ അടിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചായിരുന്നു. എൻ്റെ കസിൻസിനോട് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു എന്തിനാ മെലീനേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര മടിയാണ്, കോട്ടൊക്കെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതിന് കുറച്ച് ഇറക്കി അടുപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനിയിപ്പോൾ അവരെന്താ പറയുകയെന്നൊന്നും അറിയില്ല. മെഷർമെൻറ്റ് എടുക്കണവർക്ക് ഇത്തിരി ഒന്ന് ഇറക്കി അടുപ്പിക്കും, ഞാൻ ഭാവിയിൽ നീളം വെക്കുമെന്ന് പറയാം. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഓടിയതാണ്. ചിലപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ക്യാൻറ്റീൻ പോയിട്ട് കഴിക്കുകയായിരിക്കും. ഹോസ്റ്റലിൽ നിൽക്കുന്ന 2-3 പേരുണ്ട്. ആരൊക്കെയാണ് ഫ്രണ്ട്സ് ആവുക എന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ അറിയുന്ന നമ്മുടെ വ്ളോഗൊക്കെ കാണുന്ന 2 പിള്ളേരോടെ മതി. 2 അല്ല 3 ആണെന്ന് തോന്നുന്നു. അവരിങ്ങനെ ഇതിങ്ങനെ കൈ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല, അപ്പോൾ പറയണ്ട കേട്ടോ, സർപ്രൈസായിട്ട് കുറച്ച് ദിവസം കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്, അറിയില്ല. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ അനിയൻ മീൻസ് റനക്കുട്ടീൻ്റെ സ്കൂളിൽ സീനിയറായിരുന്നു. അവനും എൻ്റെ സെയിം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ അറിയായിരുന്നു. അപ്പോൾ ഉള്ളി സെറ്റ്. ഇനി തക്കാളിയും കൂടെ അരിഞ്ഞ് വെക്കാം. തക്കാളി അരിഞ്ഞ് കുറച്ച് പേസ്റ്റ് ആക്കിയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ലൈൻ ബസ്സിലാണ് കേട്ടോ പോണത്. കാരണം കോളേജ് ബസ് എടുത്തു കഴിഞ്ഞാൽ കോളേജ് ബസ് കറക്റ്റ് സമയത്തിന് വരും. അപ്പോൾ ഞാൻ എന്നും ബസ് മിസ് ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് പോകാനും വേണ്ടിയിട്ട്. അപ്പോൾ ലൈൻ ബസ് ആകുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ ലൈൻ ബസ് എപ്പോൾ അവിടെ എത്തും, ടൈമും കാര്യങ്ങളൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ലൈൻ ബസ്സിൽ, അതായത് കുറേ കൊല്ലത്തിന് ശേഷം പോകാനായിട്ട് പോകുന്നത്. അവന്മാർ ചീത്ത പറയുമോ എന്നറിയില്ല. അപ്പോൾ ഇക്ക പറഞ്ഞാൽ ഫുൾ ചാർജ് കൊടുത്തിട്ട് പോയിക്കോ, അപ്പോൾ പിന്നെ ചീത്ത പറയില്ലല്ലോ എന്നുള്ളത്. എനിക്കാണെങ്കിൽ ഏറ്റവും ദേഷ്യമാണ് നമ്മളങ്ങനെ അപമാനിക്കണത്. നേരത്തെ പോയിട്ട് അവിടെ ഒരു 8:45 എത്തണ പോലെ പോകണം. കാരണം 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് 1 hour ഉണ്ട് വണ്ടിയിൽ ഇരിക്കണം നമ്മൾ. അപ്പോൾ ലൈൻ ബസ് ആകുമ്പോൾ അവിടെ നിർത്തിയിട്ടും അല്ലേ പോവുക. ഒരു കമൻറ്റ് ഉണ്ടായിരുന്നേ, ഇന്നലെ അല്ല 2 ദിവസം മുമ്പ്
ഇതൊന്നും അധികം കാലം ഓടൂല, ക്ലാസ്സിൽ പോകണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഓടോ ഇല്ലേ എന്നുള്ളതൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ്. എനിക്ക് പ്രതീക്ഷ ഉണ്ടോ ഇല്ലേ എന്നുള്ളതും ഞാൻ പറയണില്ല, അവസാനം 5 വർഷത്തിന് ശേഷം പറയാം. ഇന്നലെ ടൈം ടേബിൾ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രൂപ്പിൽ, ഒന്നും മനസ്സിലായില്ല വായിച്ചിട്ട്. എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ സെറ്റാവുമായിരിക്കും. പിന്നെ നമ്മുടെ വേറൊരു സബ്സ്ക്രൈബർ 30 വർഷങ്ങൾക്ക് ശേഷം LLB എടുത്തു. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ വരും, കാരണം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ പറയുന്നത്. പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പണിയാണ്. വീഡിയോ കാര്യങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ വരുമാനവും മുട്ടും. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ നമുക്ക് വേറെ ബിസിനസ്സും ഇല്ലല്ലോ, മുമ്പാണെങ്കിൽ മറ്റേതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും നല്ല രീതിക്ക് കൊണ്ടുപോകണ്ടേ, ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും നമ്മൾ കഷ്ടപ്പെടാതെ ഭൂമിയിലൊന്നും കിട്ടൂല, അങ്ങനെ കിട്ടുക ഒന്നും നിലക്കൂല എന്നല്ലേ. അധ്വാനിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഊണ് ഉറക്കം ഒക്കെ ഒന്ന് കുറയ്ക്കേണ്ടി വരുന്നു മാത്രം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇന്ന് 7:30 ഇറങ്ങിക്കഴിഞ്ഞാലേ നടക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പണിയാണ്. അല്ലെങ്കിൽ ഒരു 7:45 7 മണി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബേജാറ് കാര്യങ്ങളുണ്ട് എനിക്ക്. ഓറഞ്ചുണ്ട്. അവരിനി ഇത് ആരാ ഉണ്ടാക്കി തന്നു ചോദിച്ചാൽ ഞാൻ പറയും ഉമ്മാന്ന്. ആരും ഉമ്മാന്ന് മാത്രം പറയില്ല, എൻ്റെ മക്കളുടെ ഉമ്മ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു. ഇന്നലെ ചോദിച്ചു പേരൻസ് എവിടെ പരിചയപ്പെടണം എന്നുള്ള പോലെ. ഞാൻ പറഞ്ഞു പരിചയപ്പെടാം. അവരുടെ പേരൻസിനൊക്കെ ഞാൻ പരിചയപ്പെട്ടു. എൻ്റെ പേരൻസിനെ ഞാൻ കാണിച്ചില്ല, ഇക്കയായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. ഇക്കയാണ് കുട്ടിയായിരുന്നു. അമ്മാനെ ഇവിടെ നിർത്തി, എന്നിട്ട് ഞങ്ങൾ പോയി. ഇച്ചുബേബിനൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, പിന്നെ തോന്നി വേണ്ട, ഇനിയൊരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. ഹയാൻക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഹയാൻക്ക് എക്സാം ആയതുകൊണ്ട് കൊണ്ടുപോകാനും പറ്റിയില്ല. ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഒന്നുമില്ലെങ്കിൽ ഇത്രയും വലിയ മകളുള്ളതല്ലേ അപ്പം അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്തുകൂടെയെന്ന്. എൻ്റെ ഈ മക്കൾ വലിയ മക്കളുണ്ടെങ്കിൽ ഡ്രസ്സ് ചെയ്യാനുള്ള മാനദണ്ഡം എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. വയസ്സായി എന്ന് നമ്മൾ അറിയിക്കണം. അതിന് മാത്രം വയസ്സ് 35 വയസ്സൊക്കെ ഒരു വയസ്സാണോ? ഓരോരുത്തർ ഇപ്പോഴൊക്കെ കല്യാണം കഴിക്കുന്നത്. അതൊക്കെ നമ്മുടെ പേഴ്സണലല്ലേ, ഉണ്ടാവുക ജനങ്ങൾ എങ്ങനെയല്ലേ. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മറ്റേ ചാരിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും അതിൻ്റെ കുറേ പണികളും പിന്നെ അന്ന് കുറേ സംസാരിച്ചൊക്കെ ആയിട്ട് സൗണ്ട് ഫുള്ളും ബേബേന്ന് അയക്കണം. പക്ഷെ ഇന്ന് ബെറ്ററാണ്. കുറച്ച് വെജിറ്റബിൾസാണ് ഇത്, നമുക്ക് ഇച്ചു ബേബിക്ക് എന്തെങ്കിലും ആക്കി വെക്കാം. നമുക്കിന്ന് നമ്മുടെ ഈ ബ്ലൂ ഇല്ലേ കാസ്റ്റൈൻ അതിൽ വെക്കാം. ഇത് ഭയങ്കര വെയിറ്റാണ് കേട്ടോ, കാണാനും നല്ല ഭംഗിയുണ്ടെങ്കിലും കാസ്റ്റൈനാണ്. താഴെ വീണ കിടക്കും കുറേ ചില്ല് പീസായിട്ട്. ഹലോ മന്ത്രം ഭാഗ്യം. സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ കൈയും കാലം വറക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്കൊന്നും ഐഡിയാസേ കിട്ടണില്ല, പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്നലെ നല്ല ടയേർഡായിരുന്നു, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബട്ടറും കുറച്ച് ഓയിലും ഒഴിക്കാം. പാന് ചൂടായി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, പക്ഷേ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചൂട് പോകാനും പ്രയാസമാണ്. ഫസ്റ്റ് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതിൻ്റെയൊക്കെ ഉള്ള പൗഡറാണ്. പൗഡറല്ല ഇടേണ്ടത് ആക്ച്വലി, മറ്റേ സാധനമാണ്, അത് കാണാനില്ല, അപ്പോൾ ഞാൻ ഇതിട്ടു. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടണ്ടേ. ഇത്ര നേരം കണ്ണു നേറിയില്ല, ഇതിലിട്ട് വഴറ്റുമ്പോഴാണ് കണ്ണു നേറുന്നത്. ഉപ്പ് എവിടെ? നമ്മുടെ പിങ്ക് സോൾട്ടിൻ്റെ കല്ലുപ്പില്ല, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോണത്. ഇത് ശരിക്കും എനിക്ക് അളവൊരു പേടിയൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഏകദേശം ഒരളവ് അറിയാലോ എന്നൊരു വിശ്വാസത്തിലാണ്. തക്കാളി, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ്.
ഈ ഒരു മിക്സ്ഡ് ബീഫില്ലേ ഈ ഒരു സമയത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഗ്യാപ്പിൽ വേഗം നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും കഴുകി വെക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ നമ്മുടെ ബാലൻസ് ഉള്ള കുറച്ച് ഇതും കൂടെ ഉണ്ട് കേട്ടോ. നാളെ ആരോ ചോദിച്ചിരുന്നു, നിങ്ങൾ കുട്ടികൾക്ക് ഇറച്ചി മീനൊന്നും കൊടുക്കാറില്ലേ, കാണാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി നമ്മൾ കാണിക്കാത്ത മീൻസ് രാവിലെ സമയത്ത് അത് അങ്ങനെ അധികം കൊടുക്കൂലല്ലോ. ഉച്ചയ്ക്ക് ഏത് ദിവസവും ഇവിടെ മീൻ വേണം. മീനില്ലാന്നുണ്ടെങ്കിൽ ആർക്കും ഇറങ്ങില്ല. പ്രത്യേകിച്ച് ഇക്കാക്ക് മീൻ നിർബന്ധമാണ്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ബ്ലൂ അടുപ്പെടുക്കുന്നുണ്ട്. അരി 1 1.5 എന്നുള്ള രീതിക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗത്തിന് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1.5 ഭാഗത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഇറച്ചിയൊക്കെ ഒന്ന് വെന്ത് വരും കേട്ടോ. വെജിറ്റബിൾ കറിക്ക് റെഡിയാക്കാം. ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ എൻ്റെ വേസ്റ്റായി പോയി. കാരണം അന്ന് ഫ്രിഡ്ജ് കേടുവന്ന സമയത്ത് അതിൻ്റെ 2 ദിവസം മുമ്പാണ് ഈ പറഞ്ഞ എല്ലാ സാധനവും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം നാശമായിപ്പോയി. ഭയങ്കര സങ്കടമായിരുന്നു. ചീസ് ഒരു ഇതെന്ത് കളർ, ഓറഞ്ച് ആയിരിക്കും. ഓറഞ്ച് കളറ് മുളകും പിന്നെ 2 ചെറിയ ടൊമാറ്റോയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അത് അപ്പോഴേക്കും ഈ സംഭവം ചൂടാവും. സംഭവം ഇത്തിരി വാടിയായി, അതുകൊണ്ട് മുറിക്കാൻ കഷ്ടമാണ്. ഇത്ര ദിവസം നമ്മൾ മറ്റേ ഓഫീസിൻ്റെ തിരക്കിലായിരുന്നില്ലേ, ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നല്ല നല്ല കമൻസ് ഉണ്ട്. എല്ലാം എനിക്ക് വായിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കുന്നതായിരിക്കും. നല്ല കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പഠിച്ചോനെ അപ്പോഴേക്കും നന്ദി പറയുമ്പോഴേക്കും അത് കേടുവരുന്നു. അവിടെ തന്നെ വെച്ചിട്ട് കാണുന്നില്ല. ഞാൻ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേജാറിൻ്റെ ഉസ്താദാണ്. വോയിസ് ഓവർ വീഡിയോയിൽ എല്ലാവരും എത്ര കമൻറ്റ് ക്വൈറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് വിചാരിക്കേണ്ടി വരുമ്പോഴേക്കും അറിയാം. ഇപ്പം എനിക്ക് പുറത്തു പോകാനുള്ള ആ ഒരു ബേജാറുണ്ട്, ടെൻഷനുണ്ട്. അതാണ്. ഹയാൻ എനിക്ക് കുളിച്ചില്ല. ഹയാൻ കുളിക്കടി. ഉപ്പിടുക. നീ വേഗം കുളിച്ച് റെഡിയായി ട്യൂഷനിലേക്ക് ഇറങ്ങാൻ നിൽക്ക്. നമ്മുടെ അരി വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊള്ളും. മാക്സിമം പൊള്ളാതെ ഞാൻ നോക്കാറുണ്ട്. ഇനി അങ്ങോട്ട് എന്തായിരിക്കും പഠിച്ചോണത്. ഉപ്പുണ്ടോ എന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ടില്ല. നമ്മുടെ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ചു കൊടുക്കട്ടെ കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ മുളകില്ലേ, ആ മുളകും തക്കാളിയും. പാലുണ്ടാക്കണ പണി ഇന്നല്ല ഹയാനക്ക് പാലുണ്ടാക്കണ ഇക്കയാണ് കേട്ടോ. നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാല് കുറുകി വരും കേട്ടോ. അതിന് നമ്മൾ ചീസിൻ്റെ സ്ലൈസില്ലേ അതിട്ട് കൊടുക്കും. അപ്പോൾ പാല് കുറുകി വരും. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടപ്പെടും, ടേസ്റ്റും ഉണ്ടാവും. അതിന് കുരുമുളക് പൊടി മസ്റ്റാണ്. പക്ഷെ കുരുമുളക് പൊടി കാണാനില്ല, അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ചിലപ്പോൾ ഇടും. ചീസിൻ്റെ സ്ലൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ നല്ല സുഖമാണ്. ചീസ് ബട്ടർ കഴിച്ചിട്ട് കീറ്റോ ഡയറ്റില്ലേ ഏകദേശം ആ ഒരു ഇതിൽ വരും. അതിൻ്റെ കൂടെ നമ്മൾ റൈസ് ആഡ് ചെയ്യാൻ പാടില്ല. ഇതിലില്ലേ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ സാധനം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് സിമ്മിലാക്കി കൊടുക്കാം. പുളിപ്പ് കൂടി കുറച്ച് സിമ്മിലാക്കാം. ഇതൊക്കെ തിളച്ച് തരുന്നത് ഇതാണ് പറഞ്ഞത്. ഞാനൊരു 2 പച്ചമുളക് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാട്ടോ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഈ പാലൊക്കെ നന്നായിട്ട് കുറുകി എടുക്കണം. ഞാൻ കുറച്ചും കൂടെ വെജസ് ആഡ് ചെയ്യണം വിചാരിച്ചാണ്, പക്ഷെ മറന്നുപോയി ലാസ്റ്റ്. ചീസ് ഇങ്ങനെ മെൽറ്റായി വരുമ്പോൾ പാലും കൂടെ കുറുകി വരും കേട്ടോ. അത് മൂടി വെക്കണം.
അതിനെത്ര നേരത്തെ എണീറ്റിട്ട് എന്താ ഹയാൻ കുളിക്കാത്തത്? ഹയാൻ കുളിച്ച് നോക്ക്, വെറുതെ കിടന്ന സമയം കളയണ. ആ നേരം നിനക്ക് പഠിച്ചൂടെ? ആ ശരി, കുളിക്കുന്ന ഇക്ക റെന എവിടെ? നിസ്കരിച്ചിട്ട് കിടന്നാണ്. ഞാനിപ്പോൾ തലയിൽ വെള്ളം ഒഴിച്ചു വിടും. പണി ചെയ്യൽ മാത്രമല്ല, വലിയ പണി. ഇവരെ വിളിച്ചു വിടണുണ്ടല്ലോ, ഏറ്റവും വലിയ ടാസ്ക്കാണ്. ഹമീ, പിന്നെ ചെറിയ കുട്ടികളുടെ കാര്യം എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. ആ ചുച്ചുണ്ടല്ലോ, ഏറ്റവും പാവം കുട്ടിയാണ് ആയിരുന്നു, ഇപ്പം ഏറ്റവും ഇത് കാണിക്കുന്ന ആളാണ്. അപ്പോൾ ദേ നമ്മുടെ ഐറ്റം അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നോക്കിക്കുക, എന്ത് രസമാണെന്ന് പറയുക കാണാൻ തന്നെ. കഴിക്കാൻ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. ഇതൊക്കെ വായിൽ വെക്കാൻ കൊള്ളുമോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. വായിൽ വെക്കാൻ കൊള്ളാത്ത ആരെങ്കിലും ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കഴിക്കുമോ? അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മൾ പോകുമ്പോഴേക്കും എല്ലാം റെഡി ആവും എന്നാണ് ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. പക്ഷെ കളറൊന്നും പോരാ, എന്താണാവോ. നമുക്ക് കളർ കുറവുള്ള ബിരിയാണിയാണ്, കുഴപ്പമില്ല. ഹയാൻ, നീ റെഡി ആയോ? പച്ചക്കറി കഴിക്കാത്ത കുട്ടികളാണ് ഇങ്ങടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അങ്ങനെ കൊടുത്തിട്ട് ഏത് കുട്ടിയും കഴിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എൻ്റെ കുട്ടികൾ കഴിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതുപോലെ തന്നെ ഉണ്ടാക്കണം. ഇനി അടുത്തത് വീണ്ടും ഒരു കഷ്ണം ബട്ടർ. അപ്പോൾ ചുച്ചുകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സോസേജ്. അതിലേക്ക് സോസേജ് ഇടുക. ഇതിനും കുരുമുളക് അത്യന്താപേക്ഷിതമാണ്. പക്ഷെ കുരുമുളക് ഇല്ലാത്തതിൻ്റെ സ്ഥിതിക്ക് നമുക്ക് എന്താ പറയുക, മുളക് പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഡ്രൈ ആയിട്ടുണ്ടായിക്കാൻ ഞാൻ പാത്രം കഴിപ്പിടിക്കും. അതുകൊണ്ട് അതിലേക്ക് വീണ്ടും പാൽ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ പാലുകൊണ്ട് തന്നെ ഫുള്ള് ഉണ്ടാക്കണമെന്ന്? അത് അത്രയും ടേസ്റ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് പൊട്ടിച്ചാലില്ലേ മാക്സിമം അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുക. കാരണം നമുക്ക് പിന്നെ വേസ്റ്റ് ആവില്ലല്ലോ. ഒക്കെ സമയം നോക്കി പറയും. എത്ര 7:20? ഞാൻ 7:30 ഇറങ്ങണം വിചാരിച്ചാണ്. റബ്ബേ, വയറുകളാൻ തുടങ്ങി. ബസ്സിൽ എന്താ അവസ്ഥ എന്ന് അറിയാത്തതുകൊണ്ട് എനിക്കൊരു പേടി. അവരെന്നെ ചീത്ത അറിയോ? ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളമൊന്ന് വറ്റാനുണ്ട് കേട്ടോ. ഞാനൊന്ന് ദമ്മിലിടാണ്. അല്ല, കഞ്ഞി ഉണ്ടെങ്കിൽ ഇതിലാക്കി കൊണ്ടുപോകാൻ വേണ്ടി വെച്ചാണ്. വിശപ്പ് എങ്ങനെ എന്താന്നുള്ളത് നമുക്കറിയില്ലല്ലോ. കൈയൊക്കെ വറക്കണ് ടെൻഷനായിട്ട്. പോയാ കുറച്ച് അപ്പോൾ ചുച്ചുക്കുട്ടി റെഡി ആയിട്ട് ചുച്ചുക്കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനം കമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല മോളാണ്. എനിക്ക് വേണ്ടി നേരത്തെ എണീറ്റ് ഒക്കെ റെഡി ആയത് കണ്ടോ. അപ്പോൾ ശരി, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കിക്കോളും ഗൈസ്. ബൈ. ഷോൾ ഇതിടാം അല്ലേ? ഷോൾ മാറ്റാൻ പറഞ്ഞതാണ് കുട്ടി. അതുകൊണ്ട് പിന്നെ ഈ ഷോൾ ഇടാമെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഇതിൽ ഫുള്ളും വെള്ളവും മറ്റേത് മറിച്ചായി. അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ ബാഗ്. അവരുടെ തന്നെ ബാഗാണ്. ടാഗ് കാര്യങ്ങൾ 2-3 ദിവസത്തിൽ കിട്ടുന്ന പറയാം. ഒരു നോട്ട്ബുക്ക്, ഒരു ഡയറി, അത്രയും മതി. അവരുടെ ബാഗ്. അല്ലോ, ഞാൻ 7:30 ഇറങ്ങണം എന്ന് വിചാരിച്ച്. ഫസ്റ്റ് 6 hours ആ സബ്ജക്ട്സ് നോക്കിയിട്ട് എൻ്റെ തല കിളി പോയി. ഒന്നും മനസ്സിലാവണില്ല. മസ്റ്റ് ഹാവ് ഫോണ്. അപ്പോൾ സെറ്റ്. ഞാനിനി ഹിജാബും കൂടെ മാറ്റിട്ടതാണ്. ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. ഓ ശരി മാഡം. ഓ ശരി മാഡം.
ഇന്ന് എനിക്ക് ലേറ്റ് ആയാലും എനിക്ക് ആകെ ബേജാറായിരിക്കും. ഓ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി വെച്ച ചുരുൾ വെച്ചിട്ട് എനിക്കടിയില്ലേ എന്തൊക്കെ കൊടുത്തോ അതൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. അതാണ് ഈ സംഭവം. നമ്മൾ കൊടുത്ത ഉപദേശങ്ങൾ നമുക്ക് തന്നെ തിരിച്ച് കിട്ടുന്നു ഗൈസ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങാണ്. അതാണ് മെയിൻ പ്ലാൻ. കുറച്ച് പൈസ എടുത്തിട്ട് പോകണം, എന്നിട്ട് വേണം ക്യാൻ്റെ മുമ്പിൽ പോയി ഇരിക്കാൻ. ഇച്ചുമ്മ ചിച്ചുമ്മ. അപ്പം നമുക്ക് പോവാം. കേര, പേര്, മീന്, കുമ്മിൾ. കുമ്മിന് എങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെ 8 മണി കഴിയും. എൻ്റെ സ്നാക്സ് ഇക്ക തന്ന്. പൈസ തരുമോ ബസ്സിന്? ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പാല് മാത്രമാണ് കുടിക്കുന്നത്. പാൽ എനിക്ക് ഇഷ്ടമല്ല. കാ ഗ്ലാസ് ചൂടുണ്ട്. ബേജാറാവണോ ലേറ്റ് ആയി വന്നിട്ട്? അതിൻ്റെ ഉള്ളിലേക്ക് നടക്കണ്ടേ, കുറേ നടക്കാനുണ്ട്. ബാഗ് എൻ്റെ ബാഗ് അന്ന് വാങ്ങിച്ചപ്പോഴേ ഇവള് നോട്ടിട്ട് വെച്ചതാണ്. അവൾക്കിപ്പോൾ സന്തോഷമായി ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടിയ സമയത്ത്. ചുച്ചുക്ക് ഇതാട്ടോ സ്നാക്സ്. ഓക്കെ ശരി എന്നാ എല്ലാവർക്കും പോയിട്ട് വരാം ഗൈസ്. അസ്സലാമു അലൈക്കും. താങ്ക് യു. അവിടെ ടവലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുകയാണ്. ആക്ച്വലി ഞാൻ വേറൊരു സാധനം വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ പറ്റില്ല. സോ അങ്ങനെ പോകും ഗൈസ്. സ്റ്റാർട്ടോ. എൻ്റെ കുട്ടിയെ കാണട്ടെ. കുട്ടിയെ കണ്ട് കരയിപ്പിച്ചിട്ട് വരാം. റാൻകുട്ടി എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യണം. കാറിൽ പോയിരുന്നു ഫസ്റ്റ് ഡേ അല്ലേ? ശരി. അപ്പോൾ അതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുച്ചുക്കുട്ടി ഉണ്ട് കേട്ടോ എന്നെ കൊണ്ട് വിടാനും വേണ്ടിയിട്ട്. ക്ലാസ്സിൻ്റെ ഇടയിൽ ഈ 2 കുട്ടികൾ ചെയ്തത് കേട്ടാൽ നിങ്ങൾ കേട്ടോ.